ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹോംലി ഫുഡ് റെസിപ്പീസ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടിഫൻ സാമ്പാറാണ്. ഇതൊരു തമിഴ്നാട് സ്റ്റൈല് ടിഫൻ സാമ്പാർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ ചില ഹോട്ടൽസിലൊക്കെ അല്ലെങ്കിൽ ഒരു ബ്രാഹ്മിൻസ് ഹോട്ടൽസിലൊക്കെ പോയി കഴിഞ്ഞ് പറഞ്ഞാൽ ഏകദേശം ഈ ടൈപ്പ് സാമ്പാറാണ് നമുക്ക് കിട്ടുക. ആ ഒരു ഐറ്റമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നായിട്ട് ഞങ്ങളുടെ ചാനലിൽ വരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്താണ് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ ഞങ്ങളെ തേടി എത്തുന്നതായിരിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ടിഫൻ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് മത്തങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. മത്തങ്ങ ഇതേപോലെ ഈ ഒരു സൈസിൽ ഒരുപാട് തിന്നായിട്ടും ഇല്ല, എന്നാൽ കട്ടിയിലും ആയിട്ടില്ല. ഈ ഒരു സൈസിൽ ഞാൻ മത്തങ്ങ കുറച്ച് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തുവരപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. തുവരപ്പരിപ്പ് ഞാൻ കുതിർത്തി വെച്ചിട്ടില്ല, നന്നായി ഒന്ന് കഴുകി വെച്ചിട്ടുള്ളൂ. കുതിർത്തി ഞാൻ വെച്ചിട്ടില്ല. ചിലർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുതിർത്തി വെച്ചിട്ടും വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാൻ ഇവിടെ കഴുകി വെച്ചിട്ടേ ഉള്ളൂ. ഇനി മത്തങ്ങയാണ് സാധാരണ നമ്മൾ ഈ ടിഫൻ സാമ്പാറിനൊക്കെ ഉണ്ടാക്കുക. ഇത് ഒരു തമിഴ്നാട് സ്റ്റൈലിലുള്ള ഒരു ടിഫൻ സാമ്പാറാണ്. സാധാരണ നമ്മൾ ഈ ബ്രാഹ്മിൻസിന്റെ ഹോട്ടലില് അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞ് പറഞ്ഞാൽ കഴിക്കുന്ന ഏകദേശം അങ്ങനത്തെ ഒരു ടൈപ്പ് സാമ്പാറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പൊ കൂടുതലും നമ്മൾ ആ സാമ്പാറിൽ ഇടുന്നത് മത്തങ്ങയാണ്. മത്തങ്ങയും ചെറിയുള്ളിയാണ് അതിൽ കൂടുതലായിട്ട് ഇടുക. നിങ്ങൾക്ക് ഇനി മത്തങ്ങ ഇഷ്ടമല്ലാത്തവരുണ്ട് ുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും പച്ചക്കറികൾ ചേർക്കാം. ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ള ഐറ്റംസ് ഏത് വേണമെങ്കിലും ഞങ്ങൾക്ക് ചേർക്കാം. നിങ്ങൾ ഇപ്പൊ ആ ഹോട്ടൽ സ്റ്റൈൽ, ആ ഒരു തമിഴ്നാട് സ്റ്റൈലിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് ഞാൻ മത്തങ്ങ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് രണ്ടെണ്ണത്തിന് നമുക്ക് കുക്കറിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 3-4 വിസിൽ വരുന്നത് പോലെ നന്നായി ഒന്ന് വേവിച്ചെടുക്കാനുണ്ട്. ഈ സാധാരണ നമ്മൾ ഈ സാമ്പാറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും. ഈ കഷ്ണങ്ങളൊക്കെ നല്ലപോലെ ഉടഞ്ഞ് പരിപ്പും എല്ലാം നല്ലപോലെ ഉടഞ്ഞിട്ട് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാനുണ്ട്. ഒരു 2-3-4 വീസിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടി നമുക്ക് കുക്കറിലേക്ക് ഇതെല്ലാം മാറ്റാം. ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മത്തങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ കഴുകി വെച്ചിരിക്കുന്ന തുവരപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. ഞാൻ ഒരു ഏകദേശം ഈ ഒരു ബൗളിൽ ഒരു 3/4 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. പരിപ്പ് ഇതിൽ കുറച്ച് നിറയെ തന്നെ ഉണ്ടാവും. സാധാരണ നമ്മൾ ഇതിൽ തേങ്ങയൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ തുവരപ്പരിപ്പിന്റെ കൊഴുപ്പാണ് മെയിനായിട്ട് ഇതിൽ കൂടുതലായിട്ട് വരിക. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സാമ്പാറിനിടുന്ന പരിപ്പിനെ വെച്ചിട്ട് ലേശം ഒരു ഇത്തിരി ഒന്ന് ഇതിന് കുറച്ച് കൂടുതലുണ്ടാവും. പിന്നെ ഇതിന് ആവശ്യത്തിന് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇത് ഒരു 3-4 വിസിൽ വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. കുക്കറിൽ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അത് ആവുമ്പോഴേക്കും നമുക്ക് ഇതിന് വേണ്ട അരപ്പിന് വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ചീനച്ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഓയിലാണെങ്കിൽ ഓയിൽ, വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ, നിങ്ങൾ ഏതാ ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ അവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ എണ്ണയൊന്ന് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നപ്പരിപ്പ്. നമ്മളിവിടെ സാമ്പാർ പൊടിയൊന്നും ചേർക്കുന്നില്ല. ആ സാമ്പാർ പൊടിക്കുള്ള ചേരുവകളാണ് നമ്മളിപ്പോൾ ചേർത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സാമ്പാർ പൊടി ഒന്നും ചേർക്കാത്തത് കൊണ്ടാണ് ഇത് നമ്മൾ ചേർത്തിട്ട് ആക്കുന്നത്. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. സാമ്പാർ പൊടി വീട്ടിലൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ചേർത്താലും മതി. നമ്മളിതിപ്പോൾ സാമ്പാർ പൊടി ഇതിന് വേണ്ടിയിട്ട് തയ്യാറാക്കാനുള്ള ആ പൊടികൾ തയ്യാറാക്കാനുള്ളതാണിത്. പിന്നെ പരിപ്പ് ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലി. ഞാൻ മല്ലിപ്പൊടി ചേർക്കുന്നില്ല, മല്ലിയാണ് ചേർക്കുന്നത്. മല്ലി ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. മല്ലിപ്പൊടിനെക്കാട്ടിലും മല്ലി വളരെ ടേസ്റ്റിയാണ്. അതുകൊണ്ട് ഞാൻ മല്ലിയാണ് ചേർക്കുന്നത്. ഇതെല്ലാം ഒരു ലൈറ്റ് ബ്രൗൺ നിറം ആവണം. അതുവരെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. കരിയരുത്. കരിഞ്ഞ് കഴിഞ്ഞ് പറഞ്ഞാൽ ഇതാണ് നമ്മളുടെ സാമ്പാറിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊന്ന് കരിഞ്ഞു കഴിഞ്ഞ് പറഞ്ഞാൽ നമ്മുടെ സാമ്പാറിനും അതേ കരിഞ്ഞ മണം വരും. അപ്പോൾ കരിയാതെ ലേശം ഒന്ന് ലൈറ്റ് ബ്രൗൺ നിറാവുന്നത് വരെ ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത്
ഒരു 5-6 വറമുളക് ചേർത്ത് കൊടുക്കുക. മുളക് പൊടി ഇടുന്നില്ല, പകരം ഞാൻ വറമുളകാണ് ഇടുന്നത്. അതും കൂടി ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം നമ്മുടെ ഒരു ലൈറ്റ് ബ്രൗൺ നിറം ആയിക്കഴിഞ്ഞു. ഒരു ലൈറ്റായിട്ട് മണവും വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് നന്നായി ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയിൽ നല്ലപോലെ ഫൈനായിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. നമ്മുടെ സാമ്പാർ പൊടിയുടെ എല്ലാം ഞാൻ നല്ലപോലെ നന്നായി ഫൈനായിട്ട് തന്നെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ നന്നായി എല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി അടുത്തത് നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച പരിപ്പിൻ്റെ എന്തായി നമുക്ക് നോക്കാം. നമ്മുടെ പരിപ്പും മത്തനും എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതൊന്ന് ലേശം കരണ്ട് കൊണ്ട് ഒന്ന് പതുക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഈ പരിപ്പും എല്ലാം ജസ്റ്റ് ഒന്ന് ഇതും കൊണ്ട് ഉടച്ചാൽ തന്നെ നല്ലപോലെ ഒന്ന് വേഗം ഉടയുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് ലേശം ഇത് വെച്ചിട്ട് ഒന്ന് നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇതുകൊണ്ട് ഇങ്ങനെ ആക്കുമ്പോഴേക്കും തന്നെ എല്ലാം നന്നായി ഉടഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ടിഫിൻ സാമ്പാറിൽ കഷ്ണമൊന്നും സാധാരണ അധികം കാണാറില്ല. എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നന്നായി ഉടച്ചു കൊടുക്കുന്നത് കൊണ്ട് അധികം ഒന്നും കാണില്ല. ഇതാണ് അതിൻ്റെ കൊഴുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് ലേശം ഒന്ന് ഉടച്ചത്. നമ്മൾ 2-3 വിസിൽ വെച്ചതുകൊണ്ട് വേഗം നന്നായി വെന്തിട്ടുള്ളത് കൊണ്ട് വേഗം ഒന്ന് ഉടഞ്ഞു കിട്ടും. ഉണ്ടോ, എല്ലാം നന്നായി ഉടഞ്ഞു കഴിഞ്ഞു. ജസ്റ്റ് ഒന്നും ഇങ്ങനെ ആക്കിയാൽ തന്നെ മതിയാവും. എല്ലാം ഒന്ന് വേഗം ഒന്ന് ഉടഞ്ഞു കിട്ടും. ഇതൊന്ന് ഉടച്ചു കൊടുക്കാം. അടുത്തത് നമുക്ക് ഗ്യാസിൽ കുറച്ചുകൂടി ഒന്ന് കടുകൊക്കെ വറുത്തൊന്ന് ചെയ്യാനുണ്ട്. അത് നമുക്ക് നോക്കാം. നമ്മൾ ടിഫിൻ സാമ്പാർ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ എണ്ണ ഒന്ന് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് ലേശം കടുക് ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ടുണ്ട്. നമ്മുടെ കടുകൊക്കെ ഒന്ന് നന്നായി പൊട്ടിക്കഴിഞ്ഞു. ഇനി അതിലേക്ക് കുറച്ച് വറമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വെന്തയം ചേർക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വെന്തയം കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ വെന്തയം ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് ഒരല്പം കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടേബിൾ സ്പൂണോളം ചേർത്താൽ മതി. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അടുത്തത് ഇതിലേക്ക് ചേർക്കാനുള്ളത് ചെറിയുള്ളിയാണ്. ഞാനിവിടെ ഒരു 10-15 ചെറിയുള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് ഈ ഉള്ളി നല്ല പോലെ ഒന്ന് വണങ്ങണം. നന്നായി ഒന്ന് ഫ്രൈ ആയിട്ട് വരണം. നന്നായി ഒന്ന് ഇതൊരു ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെ നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മളിതിൽ കഷ്ണങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ചെറിയ ഉള്ളിയും മത്തനുമാണ് നമ്മൾ ഇതിൽ ചേർക്കുന്നുള്ളൂ. നമ്മൾ ചെറിയുള്ളി ആദ്യം തന്നെ വേവിക്കാൻ വെച്ചിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ചെറിയുള്ളി ലേശം ഒന്ന് വണങ്ങി വന്നാൽ തന്നെ കറക്റ്റാവതൊന്ന് വേവും. അതിന് ഒരുപാട് നന്നായി വേവേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ മത്തനും പരിപ്പും കൂടെ ചേർത്ത് വേവിച്ചത്. ഈ ചെറിയുള്ളി ഇതിലെ വണക്കിയാലും മതി. നമ്മുടെ ഉള്ളിയൊക്കെ ഒരു ഏകദേശം ഒന്ന് നല്ലപോലെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. നന്നായി ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ നിറം ആയിട്ടുണ്ട്. ഒരുപാട് ഡാർക്കായിട്ട് ബ്രൗൺ നിറം ആവണ്ട. ഏകദേശം ആയാൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ഒരു വലിയ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു പഴുത്ത തക്കാളി അത് ഇതിൽ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ലേശം നമ്മുടെ തക്കാളി ലേശം ഒന്ന് ഉടയണം. അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ തക്കാളിയൊക്കെ ഏകദേശം ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. അടുത്തത് ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അടുത്തത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച നമ്മുടെ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
എല്ലാത്തിലും നമ്മുടെ ഉള്ളിയിലെ തക്കാളി എല്ലാത്തിലും നന്നായി ഒന്ന് പിടിക്കട്ടെ. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് വണക്കുക. അത് ഈ സാമ്പാർ പൊടിയും ഈ ഉള്ളിയും തക്കാളിയും എല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വണക്കി കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ ഇതിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളുടെ ഉള്ളി തക്കാളി ഇതിലൊക്കെ ഒന്ന് നന്നായി ഒന്ന് പിടിച്ച് അതിൻ്റെ ഒരു മണമൊക്കെ ഇതിലൊന്ന് കയറാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്ന് വണക്കി കൊടുക്കുക. നമ്മുടെ മസാല നമ്മുടെ ഉള്ളിലും തക്കാളിയിലൊക്കെ നന്നായി പിടിച്ചു കഴിഞ്ഞു. ഇത് ലേശം നന്നായി ഒന്ന് വണങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും മത്തനും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ സാമ്പാറിന് വേണ്ട ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ ഇവിടെ വെള്ളം ചേർക്കുന്നത് നേരത്തെ കുക്കറത്തെ വെള്ളമാണ്. അതൊന്ന് ലേശം ഒന്ന് ഒലമ്പിയിട്ട് അത്ത പരിപ്പ് തന്നെയുണ്ടോ, അപ്പോൾ അതൊന്ന് ലേശം ചേർത്ത് കൊടുക്കണ്ട. നോക്കിയിട്ട് ചേർത്താൽ മതി. നിങ്ങളുടെ കൊഴുപ്പ് അനുസരിച്ചിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. നല്ല കൊഴുപ്പിൽ വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുക്കറത്തെ വെള്ളമോ അല്ലെങ്കിൽ നേരത്തെ അരച്ചതിൻ്റെ അരപ്പിൻ്റെ ജാറത്തെ വെള്ളമോ ഒക്കെ ചേർത്ത് കൊടുത്താലും മതി. അല്ലാതെ വേറെ വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണമെന്നൊന്നുമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ കല്ലുപ്പാണ് ഇടാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഏതുപ്പാട് ഇടണമെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. വെള്ളം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്തോളൂ. സാധാരണ നമ്മൾ ഈ ഹോട്ടലൊക്കെ കഴിക്കാൻ പോകുന്ന സമയത്ത് ഒരുപാട് കൊഴുപ്പൊന്നും നമ്മുടെ സാമ്പാറിന് ഉണ്ടാവില്ല. ലേശം ഒന്ന് ഇത്തിരി ലൂസായിട്ട് തന്നെ ആയിരിക്കും. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്തോളൂ. അല്ല കുറച്ച് ഇത്തിരി കട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ചേർത്താലും മതി. എന്നിട്ട് ഇതിനെ നല്ല പോലെ ഒന്ന് തിളപ്പിക്കുക. ഇതൊരു ലൈറ്റ് തിള വരാറാവുന്ന സമയത്ത് നമ്മൾക്ക് ഇതിൽ കുറച്ച് പുളി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാനിവിടെ ഏകദേശം ഒരു നെല്ലിക്ക സൈസ് അതിൻ്റെ ഉള്ളോളം ഒരു പുളിയാണ് എടുത്തിരിക്കുന്നത്. അത്ര സൈസ് എടുത്തുള്ളൂ. അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ നിങ്ങൾ പാകമാണോ എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾ നോക്കിക്കോളൂ. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് നോക്കിയിട്ട് നോക്കുക. അതിനുശേഷം ഇതിന് നന്നായി ഒന്ന് അടച്ചു വെച്ച് നന്നായി ഒന്ന് ഒരു 2 മിനിറ്റ് തിളപ്പിക്കാം. നമ്മുടെ സാമ്പാറൊക്കെ നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. നല്ലപോലെ സാമ്പാർ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ മതിയാണെന്ന് നിങ്ങൾ നോക്കിക്കോളൂ. ഇനി അടുത്തത് ഇതിലേക്ക് നമുക്ക് ഒരു കൈപ്പിടി അത്രയും മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുത്താൽ നല്ല മണം ഉണ്ടാവും നമ്മുടെ സാമ്പാറിന്. അപ്പം അതിന് നമ്മൾ ലേശം മല്ലിയില ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ലേശം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ചില ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ സാമ്പാറിന് ഒരു നെയ്യുടെ മണം ഉണ്ടാവും, ഒരു ബ്രാഹ്മൺസ് ടച്ചൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അത് ഓപ്ഷണലാണ്. വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. ഞാൻ ഇതിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ സാമ്പാർ, ടിഫിൻ സാമ്പാർ റെഡി ആയി കഴിഞ്ഞു. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഒരു കിഡിലായിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ.